എന്നാ അമ്മ പരിപാടി? കുളിയും കഴിഞ്ഞ എന്നാ അടുത്ത പരിപാടി ഇനി? അടുത്ത പരിപാടി എന്നാ ഉം. എന്നേലുമൊക്കെ പരിപാടി വേണം. എങ്ങനുണ്ട് കാലാവസ്ഥ? തണുത്തിട്ട് നിൽക്കാൻ പറ്റും നേരം ആണോ? കാറ്റൂടെ വരുമ്പോഴത്തേന് ഒരു രക്ഷയില്ലല്ലേ? നിറച്ച് കുറയുന്നു. ആണോ? ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ വൈകിട്ട്? പോകുന്നുണ്ട്. ആണോ? ആ അപ്പം എന്നാ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുവാണോ? അയ്യോ പിറയ്ക്കുന്നു. നല്ല കാറ്റും നല്ല മഴയും. അടച്ചിടാം. കുഞ്ഞി ചമ്മച്ചി അമ്പലത്തിൽ പോവാ. നീ പോകുന്നുണ്ടോ? പോകുന്നില്ലേ? അമ്മ പോകുന്നുണ്ടോ? ഞാൻ ഇന്നില്ല, ഞാൻ ഉച്ചയ്ക്ക് ശകലം ഉണക്കമീൻ കൂട്ടിയായിരുന്നു. അത് കൊള്ളാലോ. അപ്പോൾ പോകുന്നില്ല. അത് കൊള്ളാം. അതിനാ ഞാൻ രാവിലെ പോകുന്നേ. ആ അപ്പം എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ അല്ലേ? ഐഡിയ വേണോടാ. അപ്പം അമ്മ പോകാനുള്ള റെഡി ആവുമെന്ന് തോന്നുന്നു കേട്ടോ. അല്ല മഴയേ 2 ദിവസം ഒന്ന് കുറഞ്ഞു നിന്നിട്ട് ഇപ്പൊ നോക്കിക്കേ, ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ. നല്ല കാറ്റ് നല്ല മഴ. എത്രയും പെട്ടെന്ന് നമുക്ക് നാട് വിട്ടു പോവാം. ഇടുക്കി ജില്ലയിൽ നിന്നും വെളിയിൽ ചാടിയേക്കാം. അതുകൊണ്ടോ എന്നാ തണുപ്പാന്ന് നോക്കി. വെളിയിലോട്ടാണെങ്കിൽ ചാറ്റ മഴയാ. മഴയും തണുപ്പും കാറ്റും കാരണം ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ. ഇന്നൊന്നും ഉണ്ടാക്കി തന്നില്ലടാ ഇവര്? ഇല്ല, ഞാൻ തന്നെ നൂഡിൽസ് ഉണ്ടാക്കി തിന്നു. ആണോ? നൂഡിൽസ് ഉണ്ടാക്കി തിന്നോട്ട് ഇത് പരിപാടി ഇനി എന്നാ തിന്നുന്നു. തണുപ്പായപ്പോ ഇപ്പം വിശപ്പിന്റെ സമയമായ തണുപ്പുമായി. ഈ പ്രായത്തിൽ ഫുഡ് നല്ലപോലെ കഴിക്കണം അല്ലേ? ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണോ വേണ്ട. കുഞ്ഞാ മുഖത്ത് വെള്ളപ്പാണ്ട്. തണുപ്പുണ്ടോ? കൈയൊക്കെ മറിച്ചായിരിക്കുന്നത്. ആണോ? അമ്മ എന്നാലും എനിക്ക് മരച്ചിട്ടൊന്നുമില്ല, പക്ഷെ കയ്യും സഹിക്കാൻ പറ്റുന്നില്ലേ? ഒരു കാര്യം ഞാൻ നാട്ടിലോട്ട് പോയാലോ? അതിനാ അത് കൊള്ളാം. നാട്ടിലാണെങ്കിൽ മഴ പെയ്ത് മാറി അന്നേരം ആവിയാവും. ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ ചൂടാകുമ്പോ സഹിക്കാൻ പറ്റത്തില്ല. ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി തണുപ്പാട്ടോ. കിളികളല്ലാവേ സന്ധ്യ ആറായപ്പോഴത്തേനും വന്ന് തപ്പി പിടിച്ച് നടക്കുന്നു ഈ കല്ലിനകത്തൂടെ ഒക്കെ. ഇനിയിപ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ട അവർക്ക് വിശ്രമിക്കാൻ കയറാൻ. തോന്നുന്നു പേരയിലുള്ള പേരക്കെല്ലാം മൊത്തം പച്ചലക്കുടുക്കൊക്കെ വന്ന് കൊത്തി തിന്നുന്നുണ്ട്. മറ്റേ മരം കൊത്തി വന്നിരുന്നു ചക്കപ്പഴം തിന്നുന്നു. അതുങ്ങൾക്ക് ഇവിടെ കുറെ ചോറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അയ്യോ തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരെ 2 പേരൊക്കെ വന്നത് കാണുവാണെങ്കിൽ ബാക്കിയുള്ളവരെ ഒച്ച വെച്ച് വിളിക്കും. അത് തന്നെയാണെന്നറിയോ? അതുങ്ങൾ ആ വർഗസ്നേഹം കാണിക്കുന്ന. അത് തമാശല്ല. എല്ലാം കഴിക്കുന്നതൊക്കെ കുറെ എണ്ണത്തിന് ഒച്ച വെച്ച് വിളിക്കുകയാണ്. അതുങ്ങളും കഴിച്ച് വന്ന് കഴിക്കുകയല്ലേ. ഈ കിളികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉള്ളൂ ഇങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത. അപ്പോഴേ കുഞ്ഞി ഇവിടെ ഇരുന്നിട്ടേ അച്ഛമ്മയുടെ അമ്മയുടെയൊക്കെ കലാപരിപാടികളൊക്കെ കാണും. ഞാനേ ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒന്ന് ടൗണിലൊന്ന് പോയിട്ട് വരാം. നിനക്ക് സ്പെഷ്യൽ വല്ലതും വേണോ? ചിക്കൻ വാങ്ങിക്കണോ? ആ ചിക്കൻ വേണമെന്ന് പറയുമല്ലോ. കുഞ്ഞിക്ക് വേണേൽ നോക്കട്ടെ. എന്നാ അതും കൂടെ നോക്കിയിട്ട് വരാം കേട്ടോ. അമ്മ ഞാനിപ്പോ ആയാലും ടൗണിലോട്ട് പോവാം. അമ്മ വരുന്നോ? വരുവാണെങ്കിൽ അമ്പലത്തിന്റെ അവിടെ ഇറക്കി വിടാം. ഇവിടുന്ന് കയറി അവിടെ ഇറങ്ങാൻ എന്നെ ഇറങ്ങാനാ? അടുത്തായോണ്ടോ? പിന്നെ മഴ തണുപ്പല്ലേ? എനിക്ക് അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് വലിഞ്ഞിറങ്ങുന്ന നേരം മതി. ഇവിടുന്ന് അവിടെ നടന്നു പോകാനോ? തണുപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനൊന്ന് പോയിട്ട് വരാം. കുഞ്ഞി പല പോയിട്ട് വരട്ടെ. അപ്പൊ നീനത്തിനെ ഇപ്പൊ കൂട്ടാറിന് പോന്നെ? അമ്മയുടെ തലയല്ല നരച്ചല്ലേ? അമ്മയുടെയോ? അമ്മയുടെ തല നരച്ചില്ലെന്ന് ഓർത്താണോ ഇരിക്കുന്നത്? അല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കൂട്ടാറിന് പോവാ. ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ നമ്മുടെ പോപ്പി ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. പോപ്പി എന്നും ജിമ്മിൽ പോയിട്ട് വന്നു കഴിയുമ്പോഴേ ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതെ, അത് വണ്ണം വെക്കാനുള്ളതാ, വണ്ണം കുറയ്ക്കാനില്ല. എന്നും വന്ന് തന്നെ ഉണ്ടാക്കി കുടിക്കുന്നേ. അതുകൊണ്ട് എന്നതൊക്കെയാണെന്ന് നമുക്കൊരു പിടിയില്ല. അതെ, കുഞ്ഞിക്ക് തരും തോന്നല്ലോ. കുഞ്ഞി നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസമേ ഷെയ്ക്ക് വേണമെങ്കിൽ കാപ്പി ഇട്ട് തരാൻ പറഞ്ഞു. ഞാൻ കാപ്പി ഇട്ട് കൊടുത്തില്ല. അങ്ങോട്ട് എനിക്ക് തരത്തില്ല. അയ്യോ, കൊടുക്കുന്നുണ്ട് ഞാൻ. അവൻ പണിയൊന്നും എടുക്കുന്നില്ല. അത്ര ശരിയാ. വേണ്ട. പിന്നെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും അല്ലേ?
ഇത് ഓട്സ് ആയിട്ട് ആദ്യം ഓട്സും പിന്നെ 5 ബദാമും ഉണ്ട്. അത് ആദ്യം പൊടിച്ചെടുക്കണം. അത് പൊടിച്ചിട്ടോ പൊടിക്കുവോ? ആ ഇത് രണ്ടും ഇനി പൊടിച്ചിട്ട് വരും. അവനേതായാലും സ്മൂത്തിയൊക്കെ കഴിക്കും. അപ്പോൾ കുഞ്ഞിക്ക് എന്നാ വേണ്ടേ? കുഞ്ഞിക്ക് ചിക്കൻ മേടിച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞു വിടുന്ന ഒരാൾ ചിക്കൻ കിട്ടിയില്ല. ചിക്കൻ വാങ്ങിച്ചില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ചിക്കന് പകരം ഇന്ന് അവന് കാടമുട്ട പ്രത്യേകം. ഇതാണേലും മതി കുഞ്ഞിക്കല്ല കുഞ്ഞി. പിന്നെ അപ്പോൾ കാടമുട്ട കൊണ്ട് വല്ല ബുൾസൈയോ ഓംലെറ്റോ ഒക്കെ ഉണ്ടാക്കും. ബുൾസൈ ഇതൊക്കെ നമുക്ക് വേണേൽ നോർമൽ വെച്ചുണ്ടാക്കി. ഇന്ന് എന്നേലും ഒരു വെറൈറ്റി പിടിക്കും. എന്നാൽ പിന്നെ കാടമുട്ട ഞാൻ പറയട്ടെ, കാടമുട്ട മസാല ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ അങ്ങനെ ഐഡിയ മാത്രമേ എന്റെ ഒക്കെ ഉള്ളത്. ആണോ? നോക്കാം. എന്നാ സെറ്റ് ചെയ്തോ. പോപ്പി ഇതെങ്ങനെയാ കാടമുട്ട മസാല ഉണ്ടാക്കാനോ? ഇത് പുഴുങ്ങണോ അന്നേരം? അത് പുഴുങ്ങിക്കും, മൊത്തം പുഴുങ്ങിക്കും. പുഴുങ്ങട്ടെ? മൊത്തം വേണോ? മൊത്തം വേണ്ട, എന്നാ പ്രോട്ടീൻ വേണ്ടേ ഇത്. അങ്ങനെ എന്നാ ഞാനിത് പുഴുങ്ങാം. അപ്പോഴേക്കും നീ അതുണ്ടാക്കി കുടിച്ചിട്ട് വാ. അപ്പോൾ നമ്മൾ ഓട്സും ബദാമും പൊടിച്ചെടുത്തിട്ടുണ്ട്. നീ അതിലോട്ട് കടല ഇട്ട് കൊടുക്കുക. നിലക്കടല കുറച്ച് നിലത്ത് പോയി. നിലക്കടല് നിലത്ത് പോയി. അല്ല അച്ചമ്മച്ചിക്ക് തന്നാ മതി, അച്ചമ്മച്ചി തിന്നോളാം. അത് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ എന്നേലും ഉണ്ടാക്കുമ്പോ എടുക്കുന്ന പോലെ അങ്ങോട്ട് പോകുന്നുണ്ടേ. പീനട്ട് ബട്ടർ ഇടണ്ട. അപ്പൊ പീനട്ട് ബട്ടർ തീർന്നു പോയി, അതുകൊണ്ട് കടല ഇട്ടാ. രണ്ടും ഒന്നല്ലേ? അത് ഇന്നലെ തീർന്നു പോയി. ഞാൻ എപ്പോഴും തിന്നു തീർത്തു. അതാ ഇല്ലേ ഇപ്പൊ തീർത്തില്ല. നമുക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇത് 2 ഏത്തപ്പഴം അരിഞ്ഞതാണ്. അരിഞ്ഞല്ലേ വെട്ടിക്കണ്ടിച്ചിട്ട്. ഓ എങ്ങനെ ഇട്ടാലും അടിച്ചു വരുമ്പോ കുടിക്കാനല്ലേ. നീ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് മുഴുവൻ കടയിൽ നിന്ന് കിട്ടിയത് ഐസായിട്ടാ. പാൽ ഐസ്ക്രീം പോലെ ഇരിക്കുന്ന. പാൽ ഐസ് കുഴപ്പമില്ല, ഞെക്കിയിട്ട് കൊടുക്കുക. അപ്പൊ പാല് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കാം. റെഡിയായോ? അടിച്ച സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഞാനേ പോപ്പി മറ്റേ കാടമുട്ട മസാല വെച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പം ഉച്ചക്ക് വെച്ച വെള്ളച്ചോറ് കുറച്ചിരിപ്പുണ്ട്. എന്നാ പിന്നെ വൈറ്റ് റൈസ്. ഇത് നമുക്ക് മറ്റേ ഗ്രേവി ആക്കിയാലോ? കാടമുട്ട ഗ്രേവി ആക്കിയേക്കാം. അത് ഞാൻ ആലോചിച്ച് തേങ്ങ പാലൊഴിച്ച് വെക്കണോ തേങ്ങ വറുത്തരച്ച് വെക്കണോ, കുഞ്ഞിക്ക് എങ്ങനെ ഗ്രേവി ആക്കാം? എനിക്ക് എന്നാണെങ്കിലും മതി. ആണോ? എന്നാണേലും എനിക്ക് അതിനകത്ത് മുട്ട മാത്രം മതി എന്നല്ലേ. എന്നാ പിന്നെ ഗ്രേവി ആക്കിയേക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കാല്ലേ? റെഡി ആയിരിക്കും. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നോക്കാം. അപ്പോഴേ അമ്മ ഇവിടെ ഈ സവോളയൊക്കെ പൊളിച്ച് അതിനുള്ള എല്ലാം റെഡിയാക്കുന്ന നേരത്തേക്ക് ഞാനും അച്ചമ്മച്ചിയും കൂടെ മുട്ടയൊക്കെ പൊളിച്ചെടുക്കാം. കാടമുട്ട. അതിന് നീ വേണോ? അച്ചമ്മച്ചി മാത്രം മതിയോ? ഞാൻ പൊളിക്കാം. മുട്ടയുടെ എണ്ണം കുറയുമെന്നാണോ? ഇല്ല, അത് ചൂടാ. അത് വെള്ളം മാറ്റി വെക്കണം. അത് വെള്ളം കളഞ്ഞേച്ച് വേറെ വെള്ളം ഒഴിച്ചു വയ്ക്കും. ഇനിയിപ്പോ അച്ഛയാ കേട്ടോ നമ്മുടെ ആസ്ഥാന കുക്ക്. അപ്പൊ ഇന്നേ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യും. കാടമുട്ട റെഡിയാക്കുന്നതിന് മുന്നോടിയായിട്ട് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. ഇന്നലത്തെ പോലെ തന്നെ പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങിയില്ലേ? അമ്മ ഇപ്പൊ പറഞ്ഞോളൂ കേട്ടോ, ലോറിയെ പോകുമ്പോ കാണിച്ചോലെ ധൃതി വെച്ച് പെട്ടെന്ന് എല്ലാം കൂടെ വാരിയിട്ടേക്കുന്നുണ്ട്. അത് നോക്കട്ടെ. എടുത്ത് വെച്ചിരിക്കുന്ന അതിന് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കും, പൊട്ടട്ടെ. പെരുംജീരകം ഇടാതെ ഉണ്ടാക്കി പഠിക്കുകയാണല്ലേ നമുക്ക് പിന്നെ സ്ഥിരമായിട്ട് കഴിക്കാമല്ലോ അല്ലേ? അതെ അതെ അതെ. നമ്മളെ പറഞ്ഞു വിടാനാണോ അവിടെ എന്നും ഇത് പറയുന്നുണ്ടല്ലോ? നിങ്ങളെയൊക്കെ എവിടെയെങ്കിലും ജോലിക്ക് വിട്ടിട്ടുണ്ടോ? നിങ്ങളെയൊക്കെ എവിടെയെങ്കിലും ജോലിക്ക് വിട്ടിട്ടാണോ ഞങ്ങൾക്ക് ജീവിക്കാനോ? നിങ്ങൾ അച്ഛനും മകനും കൂടെ ചുമ്മാ ഇരുന്ന് ജീവിപ്പിക്കാൻ ഞങ്ങള്. നമ്മൾ പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ. എന്നൊക്കെയാണെന്ന് പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ ഷെഫ് പറ. കരിഞ്ഞു പോകും. പറ. മുളക് പൊടി, മഞ്ഞൾ പൊടി,
ഗരം ഗരം മസാല, മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി. മല്ലിപ്പൊടി. അച്ഛൻ അറിയായിരുന്നു കേട്ടോ, പറയാൻ താമസിച്ചു പോയതാ. അതെ, അമ്മ സ്പീഡി പറഞ്ഞുകൊണ്ടല്ലേ. അത് കരിഞ്ഞു പോകും അല്ലെങ്കിൽ കടുക്. ഒന്നുമില്ല, ഇതെല്ലാം ഇപ്പൊ സെറ്റാക്കി തരാം. അതെ, ഒന്നുമില്ല, ഞങ്ങൾ നേരത്തെ പുളിശ്ശേരി വരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, അറിയാവോ? സമ്മതിച്ചു. അച്ഛൻ പുളിശ്ശേരി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് അത് മാത്രം ഉണ്ടാക്കാൻ അറിയത്തുള്ളായിരുന്നു. കുറച്ച് ആളുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പുളിശ്ശേരി എന്നും പറഞ്ഞ് ഒരെണ്ണം എടുക്കണം കേട്ടോ. അച്ഛയുടെ പുളിശ്ശേരിക്കകത്ത് സവോളയൊക്കെ ഉണ്ട്. ആ സവോള ഇല്ല. സാറിന് ഇടത്തില്ലേ? അതൊക്കെ ഞങ്ങൾ നല്ല സൂപ്പർ. അപ്പൊ ഇത് നമ്മുടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയും കൂടെ, വെളുത്തുള്ളിയും സവോളയും കൂടെ അരിഞ്ഞു വെച്ചത് ഇത് കൊടുക്കാം. കൊടുക്കാം. ഇങ്ങനെ പോയാൽ നിങ്ങൾ എന്നെ കൊണ്ട് എവിടെയെങ്കിലും വല്ല തട്ടുകട ഇടിക്കുമെന്ന് തോന്നുന്നു. നേരത്തെ അടുക്കള കേറുകേ ഇല്ലായിരുന്നേ, ഇപ്പൊ കേറാൻ തുടങ്ങിയപ്പോ നല്ല രസമാണെന്ന് സ്ഥിരതാമസമാക്കാനാണ് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്ന കാര്യം ചോദിക്കുമ്പോ അതെ, അറിയത്തില്ലായിട്ടല്ലോ, ചെയ്യലാണ്ടല്ലേ അല്ലേ? അതേന്നേ, ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. കോഴിക്കറി ഉണ്ടായിരുന്നു 8-10 കിലോ കോഴിയുടെ കറി എന്നാ പെട്ടെന്ന് കറി വെച്ചെന്ന്. അപ്പൊ ആവശ്യപ്പെട്ട എല്ലാം അറിയാവേ, വീട്ടിൽ വേണ്ടല്ലോ, നിങ്ങൾ തന്നെ ചെയ്യട്ടെ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കാം. ഈ സ്ത്രീജനങ്ങളുടെ ഇടയിൽ നമ്മൾ പാചകം അറിയാമെന്ന് പറഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് അവർ പണി എടുപ്പിച്ച് എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടായി. എന്നാലും 19 വർഷം എന്നെ പറ്റിച്ചില്ലേ, ഇനി ഞാൻ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുതൽ പണിയാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്നോട്. മുട്ട മസാല ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ഒരുത്തം കുളിക്കാൻ പോയതാ. അവൻ വരാഞ്ഞ കൊണ്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് കയറിയത്. അവനിങ്ങനെ കറി വെച്ച് തരാന്നല്ല അവൻ പറഞ്ഞത്. കാടമുട്ട മസാല, അതിപ്പോ ഈ പൊടിയെല്ലാം കൂടി ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് മസാലക്കകത്തിട്ട് ഇളക്കി എടുക്കാന്ന് അവൻ പറഞ്ഞു. മതിയെന്നേ, ഇപ്പം ഞാനിപ്പം അവൻ വാക്ക് പറഞ്ഞേച്ച് പോയിട്ട് ഇപ്പൊ അവസാനം ഞാൻ കയറി ഇത് ചെയ്യേണ്ടി വന്നില്ലേ? അത് സാരമില്ല, തേങ്ങാപ്പാലായോ? അപ്പൊ ഇതൊക്കെ അറിയാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? അതല്ലേ, അതാ കുഴപ്പം. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്റെ 19 വർഷം ഞാൻ ഒളിപ്പിച്ച് വെച്ച സത്യങ്ങളൊക്കെയാണ് വെളിയിൽ. അമ്മേ, ഇതിനകത്തോട്ട് ശക്കലം ചൂടുവെള്ളം ഒഴിച്ചു അമ്മേ. അത് കുഴപ്പമില്ല, ഒരു ശകലം ഒഴിച്ചു. മതി മതി മതി. കുഞ്ഞി മുട്ട പൊളിച്ച് പാത്രത്തിൽ വെക്കണേ. വെക്കാം. പോകല്ലേ, അതിന് കറക്റ്റ് എണ്ണം ഉണ്ട് കേട്ടോ. പോയാലും എന്റെ ആയിരിക്കുമല്ലേ കുറയ്ക്കുന്നേ. മുട്ട കുറവ് വന്നാൽ നിന്റെ ഇത് കുറയ്ക്കില്ല. അപ്പൊ എല്ലാരും കൂടെ ആഞ്ഞു വിളിച്ച് പെട്ടെന്ന് വിളിച്ചോ. നമ്മുടെ ഗ്രേവി എല്ലാം റെഡിയായി വരുന്നുണ്ട്. റെഡിയായാൽ അന്നേരം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഇത് പൊളിയാൻ താമസം. ഇവരെ തണുക്കണോന്ന് പറഞ്ഞിട്ട് തണുക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഐസെല്ലാം കൂടെ വാരിയിട്ട് ഇപ്പൊ ഇത് പൊളിഞ്ഞു വരുന്നില്ല. അത് കൊള്ളാം. ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ. എന്നാടാ? കറി വെച്ച് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ മുങ്ങിയതാന്നാരോ പറഞ്ഞു കേട്ടു. നീ മുങ്ങിയതല്ല, നീ അല്ലേലും ഇന്നലെ ഏതാണ്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ ഒറ്റ പോക്കങ്ങോ. ഞാൻ ഇപ്പൊ വരാവേ, കുളിക്കാന്നും പറഞ്ഞു പോകുവേ, എന്നിട്ടുണ്ടല്ലോ എല്ലാം വിളമ്പി വെച്ചിട്ട് കഴിക്കാന്ന് പറയുമ്പോഴേ ഓടി വരും. അതുവരെ അവനെ കാണാൻ. അതെ 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 അതെ. ഇന്നിപ്പോ മുട്ടയായത് കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ, പെട്ടെന്ന് വന്നു. മുട്ടയായതുകൊണ്ടേ നമുക്ക് ഇവന് തന്നെ പണി കൊടുക്കണം ഇനി വൈകിട്ടത്തെ കാര്യം. ഇന്ന് നാളെ പോലും നിന്റെ തലയിലായതല്ല. അതാണ് എല്ലാം റെഡി ആയി കഴിയുമ്പോ. പക്ഷെ ഞാൻ പറയല്ലേ, പറയും പക്ഷെ ചെയ്യല്ലെന്ന്. ഏറ്റവും കൂടുതൽ മുട്ട പൊളിക്കുന്ന ആൾക്ക് ഒരു മുട്ട കൂടുതൽ വരും കേട്ടോ. പെട്ടെന്ന് പൊളിക്കണേ. ഇപ്പൊ ഞാൻ 4 പൊളിച്ചു. അച്ചമ്മച്ചിയുടെ സീരിയലായിട്ടുണ്ട്, പോയി കാണാൻ പറഞ്ഞു. വേണ്ട, ഞാൻ മുട്ട പൊളിച്ചിട്ടാ പോകുന്നു. അത് ശരി. അപ്പൊ എത്ര എണ്ണം വെച്ച് പൊളിച്ചിട്ടുണ്ട്? ഇപ്പൊ ഞാൻ 10 എണ്ണം പൊളിച്ചിട്ടുണ്ട്. മൊത്തം 10 എണ്ണം ആയാലല്ലോ. ആകെ 15 മുട്ടയുള്ളേ, ഞാൻ 7 എണ്ണം പൊളിച്ചു. ബാക്കി ഇനി 3-4 എണ്ണം പൊളിക്കാനും ഉണ്ട്. അത് കൊള്ളാം. കുഞ്ഞിയുടെ ഒരു ചെറിയ സഹായം വേണം. ഒന്ന് എഴുന്നേറ്റ് വന്നേ, എനിക്ക് അതിനകത്ത് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്. അപ്പോൾ നമുക്കേ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലുണ്ട്, തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നാൽ നല്ല രുചിയായിരിക്കും.
അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് തേങ്ങാപ്പാലിനകത്ത് റെഡിയായി വരുമ്പോഴത്തേക്കിനും നമുക്ക് മുട്ടയും കൂടെ എല്ലാം റെഡിയായി പെട്ടെന്ന് മുട്ട പൊളിച്ചുകൊണ്ട് നിങ്ങളെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാലേ ഇത് പിന്നെ തിളക്കരുത്, ചൂടായി വരുകയുള്ളൂ. അതാണ് അതിൻ്റെ പരുവത്തിന്. അപ്പോൾ നമുക്ക് നമ്മുടെ കാടമുട്ട എല്ലാം കൂടി ഇതിനകത്തോട്ടിട്ട് ഒരു ശക്കര നേരം കൂടെ റെഡിയാക്കി എടുക്കാം. കുഞ്ഞേ, നമ്മുടെ കാടമുട്ട റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം നമുക്ക് ചെറിയൊരു തീയൽ വെച്ച് 5 മിനിറ്റ് ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഒരു ശക്കലം കറിവേപ്പിലയും കൂടി എടുക്കാം, എന്നാലേ ഒരു ടേസ്റ്റ് ആകുള്ളൂ. ഞാൻ തന്നെ വെച്ചാൽ അത് ശരിയാകത്തില്ല, അമ്മയുടെ കൈപ്പുണ്യം കൂടെ വേണം. കുറച്ച് ഒരു ശക്കലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. ഇനി അവസാനം കഴിക്കുക നമ്മളിത് ഒരു പിടി കരിയാപ്പിലയും കൂടെ ഇട്ട് പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. കരുതിക്കും ഒരു 2-3 മിനിറ്റ് അത് അങ്ങനെ ഇരിക്കുവാണെങ്കിൽ കുറുകി വരും. അങ്ങനെ ഇരിക്കട്ടെ, കുറുകി കഴിഞ്ഞിട്ട് ഗ്രേവി കുറുകി വരും. അപ്പം കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു. ഇന്ന് മൊത്തം ഞാൻ തന്നെ റെഡിയാക്കിയെല്ലാം. അപ്പം വിളമ്പി പെറുക്കി തന്നെ ഞങ്ങൾ നിന്ന് കഴിയുമ്പോ പാത്രമൊക്കെ കഴുകി ഇനി അതും കൂടെ എന്റെ തലയിലാക്കുവാണ്. അതോടെ അവസാനിക്കുള്ളൂ കലാപരിപാടി. അടുക്കളയിലെ കലാപരിപാടി വൈകിട്ട് അവസാനിക്കണേ അങ്ങനെയാ. എല്ലാം കഴുകി അടുക്കി വെച്ച് എല്ലാം തൂത്ത് തുടച്ച് പിന്നെ അല്ല എന്നും നിങ്ങളൊരു കാര്യമുണ്ട്, തീറ്റം കഴിഞ്ഞ് കയ്യും കഴുകി അങ്ങ് പോകുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളല്ലേ എല്ലാം കഴിയും പരിപാടിക്ക് ഞാനില്ല. അപ്പൊ ഇത് മാത്രമല്ല പണി, അതുകൂടെ ചെയ്താലും മൊത്തം പണിയാകത്തുള്ളൂ. അപ്പം അടുക്കള പരിപാടി മൊത്തം നമ്മളെ പരിപാടി ചെയ്ത് കഴിയുമ്പം പാത്രം എല്ലാം കഴുകണം, എല്ലാം മീതി ഉണ്ടെങ്കിൽ അതെല്ലാം മൂടിപ്പറക്കി വെക്കണം, പാതകമെല്ലാം തുടയ്ക്കണം, അടുപ്പെല്ലാം തുടയ്ക്കണം. ഇതോടുകൂടി എന്റെ അടുക്കള ജീവിതം ചെയ്തു നോക്കുമ്പോ ഒരിക്കലും സംഭവിക്കാതിരിക്കും. കാടമുട്ട എല്ലാം റെഡിയായി. കുഞ്ഞി അച്ഛാ സ്പെഷ്യൽ കാടമുട്ട റെഡി. ഇനി എന്നാ ചോറും ചക്കയൊക്കെ ഉണ്ടോ? അമ്മ സ്പെഷ്യൽ ആണോ ചക്ക ഇരിക്കുന്നത്? എന്റെ പൊന്നേ, ഇതെന്നാ ഒരു ഇടപാടാണ്. അതെ 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 അതെ, വേണം വേണം. ആരാ പറഞ്ഞ വേണ്ടെന്ന്? പോപ്പിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞേ. അത് പറയുന്ന പൂല. ഞാൻ എന്നുവേ നേരത്തെ കോരിത്തോട്ടിലായിരുന്നപ്പോഴേ നമുക്ക് ഇഷ്ടംപോലെ മത്തങ്ങ തൊട്ടപ്പുറത്തെ വീട്ടിൽ, നമ്മുടെ ഓരിക്കാമ്പലത്തിലെ വീട്ടിൽ ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ട്. പറമ്പ് നിറയെ മത്തയാ. അപ്പൊ മിക്കവാറും അവിടുന്ന് മത്തങ്ങ എടുത്തോണ്ട് വരും. അവരെടുക്കുമ്പോഴെല്ലാം നമുക്ക് കൊണ്ടുതരും കറി വെക്കാൻ. ഒരു ദിവസം ഞാനിത് കറി വെച്ച് എന്നും കറി വെച്ച് കൊടുത്തു. ഉടനെ ഇവര് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ പറയുക, ആന്റിയമ്മേ അച്ഛൻ പറയുകയാണേ, എന്നെ എടി നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന്. എന്നതിനാണെന്നാന്ന് ചോദിച്ചു. അന്നേരം പറയുക, നമുക്ക് അവരുടെ മത്തയുടെ ചൂട് പോയി വെട്ടിവിടണം. പക്ഷെ അത് നടക്കത്തില്ല. നീ എത്ര പ്ലാവിന്റെ ചോട്ടിൽ തീയിടും? മത്തയുടെ ആകുമ്പോ ഒരെണ്ണത്തിന്റെ ചോട്ടിലേ ഉള്ളൂ. കറി ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോഴത്തേക്ക് കറിയൊക്കെ ഞാനിപ്പോ ഉണ്ടാക്കിക്കോളാം, ഞാൻ വരട്ടെന്ന് പറയും. എന്നിട്ട് ഞാൻ അടിക്കും പയ്യ കുളിക്കാനെന്നും പറഞ്ഞു ഒറ്റ പിന്നെ എന്ത് കഴിയും. ചക്ക വേണ്ടേ? മതിയോ അമ്മയ്ക്കോ? അമ്മേ എനിക്ക് ചക്ക മതി. മതിയോ? വേണ്ടേ? കൊള്ളാലോ. അപ്പൊ ഏതായാലും ചക്ക എല്ലാം എടുത്തിട്ടുണ്ട്. എടുത്തു. കാടമുട്ട കഴിച്ചു നോക്കിയിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ചൂടാണോ? ചൂടാ ചൂടാ, കൈ ഉള്ളി. കുഞ്ഞിക്ക് മുട്ട 4 എണ്ണം കേട്ടോ എനിക്ക്. ഇല്ല 2 എണ്ണം മതി. 4 എണ്ണം വെച്ചുണ്ട് ഒരാൾക്ക്. 2 എണ്ണം വെച്ച് തരും. 4 എണ്ണം വെച്ചാ ഒരാൾക്ക്. കൊച്ചിന് ചോറെന്നാ വേണ്ടി? എനിക്കത് വെള്ളച്ചോറ് തന്നെ ഇട്ടോ. ഇതിനകത്ത് 3 എണ്ണം കയറി കേട്ടോ. അത് രാവിലെ ഒന്ന് കൊടുക്കാം. അപ്പൊ കഴിച്ച് എങ്ങനെയുണ്ടോ? കറി ഒന്ന് കഴിച്ചു നോക്കിയ ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ടോ നോക്കി. ചൂട് പോയാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നാലും ഒരു കടി കടിച്ചു നോക്കാം. എനിക്ക് ഉരുളക്കിഴങ്ങും പിന്നെ മുട്ടയും ഇതെല്ലാം തേങ്ങാപ്പാലി ചേർത്ത്.
ആണോ? ഇത് കൊള്ളാം, നല്ല സൂപ്പർ ആയിട്ടുണ്ട്, മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിയൊക്കെ വെക്കുന്നതല്ലേ നല്ലത്. ആ, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.